ഗായ്സ്, അപ്പം നമ്മുടെ പുതിയൊടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജലദോഷമാണ്, അധികം പറയാൻ നിൽക്കുന്നില്ല. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു വീഡിയോ ഒന്നും ആയിരിക്കത്തില്ല, കുറച്ച് ലെങ്ത്തുള്ളായിരിക്കും. കാണാൻ പറ്റുന്നവർ കണ്ടാൽ മതി എന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പം എൻ്റെ FC Mobile 26 ടോട്ടിയിലെ ഇവൻറ്റിന് ഭാഗമായി അത്രയും നല്ല ഇവൻറ്റൊന്നുമല്ല, എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഓക്കെ, എന്നാലും എൻ്റെ കറണ്ട് ടീം ഞാനൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ സൺമൈ ആൻഡ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ FC Mobile 2026 അക്കൗണ്ട്. ഓക്കെ, ടോട്ടിയാണ് ഇവൻ്റല്ലേ, നല്ല ഇവൻ്റ് തന്നെയാണ്. പക്ഷേ കുറച്ച് പോരായ്മകളുണ്ട് കേട്ടോ. ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, എന്നാലും അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് ഇതൊക്കെ. ഇതാണ് എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് ആദ്യം കാണിച്ചു തരാം. ഇതിൽ മുമ്പ് കുറച്ച് സീനാണ് കേട്ടോ. ഇതിൽ അറ്റാക്കിങ് കുറച്ച് സീനാണ്. ഇതാ റാഫിൻ്റെയാണ് ലെഫ്റ്റ് വിങ്ങിൽ ഇപ്പോൾ വന്ന ടോട്ടീൻ്റെ കാർഡ്. പിന്നെ സ്ട്രൈക്കർ കെയ്നാണ്, ഹാരി കെയ്ൻ. പിന്നെ റൈറ്റ് വിങ് തീയാണ്, ലമീൻ യമാൽ. പക്ഷേ എനിക്ക് യമാലിനെ ഇഷ്ടമാണ്, എന്നാൽ അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ല. പിന്നെ സെൻട്രൽ കുഴപ്പമില്ല, പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആക്കാം. കുയിട്ടാണ് 140ൻ്റെ കിടിലൻ കാർഡ് തന്നെയാണ്. പിന്നെ കെഡീർ അതിന് മാറ്റണം ആഗ്രഹമുണ്ട്. 112ൻ്റെ CDM, 113ൻ്റെ സെൻട്രൽ മിഡ് ക്രൂസ് നല്ല കളിയാണ്. ഞാൻ മാറ്റും, എന്തായാലും മാറ്റണമല്ലോ കുറച്ചുകൂടി എത്തുമ്പോൾ. ഞാൻ മാറ്റാതെ നിൽക്കുന്നതെങ്കിൽ അതിന് നല്ല കളിയാണ്. ഇനി ബാക്ക് ഫുള്ള് മാറ്റാനുണ്ട്. ഇത് അൽവാരോ പെരേസാണ് 110ൻ്റെ 112 ആക്കിയതാണ്. പിന്നെ ഇതാ ഈ റൗൾ ആൽബിയോളിൽ നിന്നും റാങ്കപ്പ് ചെയ്തിട്ടില്ല. റാങ്കപ്പ് ചെയ്തിട്ടില്ല. പിന്നെ ഇതാ ഈ മുറില്ലോ സെൻറ്റർ ബാക്കാണ്. ഇതൊക്കെ നമ്മുടെ ഇതിൽ വന്ന കാർഡ്സാണ്, എന്താ പറയുക, പ്രീമിയർ ലീഗിൻ്റെ അതിൻ്റെ അകത്ത് വന്നതാണ്. പിന്നെ വാക്കറുണ്ട്, അതിനൊന്നും ചെയ്തിട്ടില്ല. പ്രോഎഫ്സ് എൻ്റെ 114ൻ്റെ അക്കൗണ്ട് ഇതിലത്തെയല്ല, ഇതിലെ അക്കൗണ്ട് കാണിച്ചാൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നോണാണ്. ഓക്കെ, എന്നാൽ ഞാൻ അടുത്ത എൻ്റെ ടീം കാണിച്ചു തരാം. എൻ്റെ ടീം ഇതാണ് കേട്ടോ. ഇതാണ് എൻ്റെ ടീം. റിസർവ്സിലില്ല, പിന്നെ റിസർവ്സിൽ ഞാൻ ഫണ്ടമെൻ്റൊക്കെ സെറ്റിച്ചിട്ടുണ്ടാണ്. എനിക്ക് എൻ്റെ പേഴ്സണലിലേക്ക് എനിക്ക് ഇഷ്ടപ്പെടും. അയ്യോ, 112 എന്തൊരു കഷ്ടപ്പാടിത്. ഓക്കെ അല്ലേ? ഓക്കെ, അത് മാറിപ്പോയാണ്, ഞാൻ വെറുതെ ഇട്ട് നോക്കിയതാണ്. ഓക്കെ, എൻ്റെ സ്ട്രൈക്കർ ഇപ്പോൾ വന്ന ഓവനാണ്. ഡീറ്റെയിൽസ് നോക്കിയാൽ 145 ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ ഇതാ ലെവൽ 1 കളിക്കൂ. ഓവനാണ്. 145 പേസ് ഉണ്ട്, 148 ഷൂട്ടിംഗ് ഉണ്ട്, 107 പാസിംഗ് ഉണ്ട്, 135 ഡ്രിബിളിംഗ് ഉണ്ട്, 106 ഫിസിക്കൽ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, അതൊരു കാർഡാണ് എന്നെ അപേക്ഷിച്ച്. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പിസാറോ ആണ്. പിസാറോ 119 ആക്കിയാണ്. 114ൻ്റെ കാർഡാണ്. കിഡിലൻ കാർഡ് എന്ന് ഞാൻ പറയും. ബിക്കോസ് എൻ്റെ ആദ്യത്തെ സ്ട്രൈക്കർ പിസാറോ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ ഓവൻ വന്നപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി, അതായത് ഇതാ ഇതിൻ്റെ ഇത് നോക്കിയേ, 165 പേസ്. ഇതിൽ ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ലെവൽ 2 ഇല്ല അല്ലേ. ഇതാ ഇതിൽ സ്കിൽസ് ഉണ്ട്. പിന്നെ 165 പേസ്, 167 ഷൂട്ടിങ് മെഗാ പിക്സൽ മെഗാ അടിയൊക്കെയാണ് അടിയുന്നത്. 134 പാസിങ്, 149 ഡ്രിബിളിങ്, 159 ഫിസിക്കലും അടിപൊളിയാണ്. ഇതിലേറ്റവും നന്നായത് ഷൂട്ടിങ് തന്നെയാണ്. നേരത്തെ ഓവൻ്റെ കാർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓവൻ്റെ കാർഡ് ഷൂട്ടിങ് തന്നെയാണ് അല്ലേ. ഓവൻ്റെയും ഷൂട്ടിംഗ് ആയിരുന്നു ഏറ്റവും നല്ല.
സ്ട്രൈക്കേഴ്സിന് കുഴപ്പമില്ലാതെ തന്നെയാണ് തോന്നുന്നത്. എസ്റ്റാവിയന് അത്ര ഇതായിട്ടില്ല. എന്നാലും ഞാൻ വെച്ചിരിക്കുന്നത് വെച്ചാൽ നല്ല കളിയാണ്. ഓക്കെ, ഇപ്പോൾ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ 142 പേസാണ്, 130 ഷൂട്ടിങ്ങാണ്, 118 പാസിങ്, 140 ഡ്രിബ്ലിങ്, 86 ഫിസിക്കൽ കുറച്ച് കുറവാണ്. ഞാൻ ഇതുവരെ അതിന് ട്രെയിനിങ് ലെവൽ കൊടുത്തിട്ടില്ല, അതിൽ റാങ്കപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് കുഴപ്പമില്ലാത്ത കാർഡ്. അതാണ് 142 പേസ് വരുന്നുണ്ട്. 142 പേസാണ്, അതിൻ്റെ പേസാണ് കൂടുതലെന്ന് പറയുന്നത്. പേസാണ് ഏറ്റവും നല്ലത്. ഐ തിങ്ക് അത് തന്നെയാണ്, എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഇത് ഗിൽബർട്ട് അപ്പത്താണ്. ബെർണാഡോ സിൽവൻ്റെ ഈ ഒരു കാർഡ്, ഇത് മറ്റേ ഗ്ലോറിയസ് ഹീറോയുടെ ഇതിൽ വന്നതാണ്. ഓക്കെ, ഇത് റൈറ്റ് വിണ്ടായാലും കളിക്കും, പക്ഷേ വേണ്ട. 132 പേസ്, 126 ഷൂട്ടിങ്, 166 പാസിങ്, 159 ഡ്രിബിളിങ്, 108 ഡിഫെൻഡിങ്, 97 ഫിസിക്കൽ. 108 ഡിഫെൻഡിങ് ഉണ്ട്, അതാണ് ഏറ്റവും പൊളി. പിന്നെ ഏറ്റവും നന്നായത് ഇദ്ദേഹം എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു പ്ലെയറിൻ്റെ ബെർണാഡോ സിൽവൻ്റെ ഏറ്റവും നന്നായത് എനിക്ക് തോന്നുന്നു പാസിങ് തന്നെയാണ് ഇവിടെ കൊടുത്തത്. ശരിയായ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ല, പാസിങ് നോക്കണം. 165 ഷോർട്ട് പാസിങ് ആണ് ഏറ്റവും നല്ലത്. ഡിഫെൻഡിങ് ഉണ്ട്, കുറേ ഉണ്ട്. സ്ലൈഡ് ടാക്കിളും മാർക്കിംഗ് ഒക്കെ നല്ലതാണ്. ജമ്പിങ് ഉണ്ട്, ഡ്രിബിളിങ്ങും കുഴപ്പമില്ല. എന്നാലും പാസിങ് ആണ് കുറച്ചും കൂടി നല്ലത്. ഓക്കെ, നെക്സ്റ്റ് കാർഡാണ് മോനെ സീനൊന്നുമില്ല. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഭാഗ്യത്തിന് കിട്ടിയതോ അതിൻ്റെ ട്രിക്കാണെന്നൊന്നും എനിക്കറിയത്തില്ല. ആ ട്രിക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് അടിക്കുമെന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ. ഇപ്പോൾ പാക്സ് ഇല്ലല്ലോ, OTD ഇവൻറ്റിൽ പാക്സ് ഇല്ല, അതുകൊണ്ട് ഇപ്പം ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ വേറൊരു ഇവൻറ്റ് കാണിച്ചു തരാം. അപ്പം ഇതിന് ഈ ഒരു ഗിൽബർട്ടോ സിൽവാൻ്റെ കാർഡ് ആനിവേഴ്സറിക്ക് വന്ന കാർഡാണ്, ആനിവേഴ്സറി ഇവൻറ്റിന് വന്ന കാർഡ്. അപ്പോൾ ഈ കാർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ലക്കിന് കിട്ടിയത് ഒരു ട്രിക്കിലൂടെ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് നോ, ഞാൻ എൻ്റെ ട്രിക്കാണോ അല്ലെങ്കിൽ എൻ്റെ ഭാഗ്യമാണോ എന്നൊന്നും എനിക്ക് ലക്കാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ 28 ട്രെയിനിങ്ങും ഫുൾ റാങ്കപ്പൊക്കെ ചെയ്തൊരു കാർഡാണ്. 30 28 ട്രെയിനിങ് കയറും കൊടുത്ത കാർഡ്. ഇതിൽ ഏറ്റവും നല്ലത് 150 പേസുണ്ട്, 110 ഷൂട്ടിങ് മരണ ബോർ ഷൂട്ടിങ് എന്ന് പറഞ്ഞാൽ ഇതാ വീടിന്ന് അടിച്ചാൽ, നമ്മളൊരു സ്ഥലത്ത് നിന്ന് അടിച്ചാൽ നേരെ കൊണ്ടുപോയിട്ട് ഇതാ എവിടെയെങ്കിലും അടിക്കും. അടുത്ത് കടിച്ചാൽ വരെ CDM കാർഡ് ആയതുകൊണ്ട് എനിക്കത് അടുത്ത് കടിച്ചാൽ കയറ്റില്ല, നേരെ പുറത്തേക്കാണ് കേവൊക്കെ അടിച്ചിട്ട്. അതിന് വലിയൊരു പ്രശ്നം. 141 പാസിംഗ് ഉണ്ട്, 154 ഡ്രിബിളിംഗ് ഉണ്ട്, 180 ഡിഫെൻഡിങ് ഉണ്ട്. ഫിസിക്കല് നമുക്ക് ഫിസിക്കലി 187 ഉണ്ട്. ഏറ്റവും നല്ല ഫിസിക്കൽ തന്നെയാണ്, അത് എൻ്റെ വിഷയമാകുന്നത്. ഡിഫെൻഡിങ്ങും ഉണ്ട്, എന്നാലും ഫിസിക്കലാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഷൂട്ടിങ് പോരാ, ഇതിൽ കുറേ സ്റ്റാറ്റ്സ് കാണിക്കുന്നത്. സ്റ്റാറ്റ്സ് മാത്രം നോക്കിയിട്ട് നിങ്ങളൊരു പ്ലെയറിനെ വാല്യൂ ചെയ്യാൻ പാടില്ല, അത് വേറെ കാര്യം. ഓക്കെ, ഇതാണ് 115ൻ്റെ ഹാഗ്. 117 ആക്കിയത് ലെഫ്റ്റ് മിഡ്. എൻ്റെ പൊസിഷനിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് വെക്കാതെ. ഇത് നോക്കിക്കോ, ഇവനെ ഇവിടെ വെച്ചാൽ 113 തന്നെയാണ് ആവുക. പക്ഷേ ഇവനെ ഇവിടെ വെച്ചിട്ട് ഇതാ നോക്കിക്കോ, ഇവനെ ഇവിടെ വെച്ചാൽ 115 ആവും, 113 ഒക്കെയാണ് ആഗ്രഹം. പക്ഷെ ഒന്ന് ഡൗൺ ആവും, വേറെ ഡൗൺ ആവും. നോക്കിക്കോ. ഓക്കെ, ഈ ഹാഗീൻ്റെ കാർഡ് ഞാൻ പറഞ്ഞാൽ, ഓക്കെ, ഹാഗീൻ്റെ കാർഡ് പറഞ്ഞാൽ ഞാൻ ഇതുവരെ 2 റാങ്കപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ട്രെയിനിങ് കൊടുത്തിട്ടില്ല. 136 പേസ്, 126 ഷൂട്ടിങ്, 144 പാസിങ്, 139 ഡ്രിബിളിങ്, പിന്നെ 92 ഫിസിക്കൽ. ഐ തിങ്ക് ഇതിലേറ്റവും നല്ല പാസിംഗ് ആണ് പക്ഷേ കാണിക്കുന്നത്. പക്ഷേ എനിക്ക് അധികമൊന്നും കളിപ്പിച്ച് നോക്കിയിട്ടില്ല, അതാണോ അതുകൊണ്ടാണെന്ന് പറയത്തില്ല. എനിക്ക് അത്ര ഒരു ഇത് തോന്നിയിട്ടില്ല ഈ കാർഡിൽ, അത്ര ഇഷ്ടപ്പെട്ടിട്ടുമില്ല. പ്ലേ മേക്കറൊക്കെ ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അത്ര കളിയൊന്നും കളിച്ചിട്ടില്ല, ഒരു 2-3 കളി ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ കുക്കറേയാണ്. കുക്കറേൻ്റെ കാർഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ പൊളിക്കാർഡ് എന്ന് ഞാൻ പറയത്തില്ല, കോമഡി ആക്കേണ്ടിയിട്ടല്ല ഗൈസ്, പൊളിക്കാർഡൊന്നുമല്ല, അത്ര പൊളിയൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ലാത്ത കാർഡ്, അത്രേ പറയാൻ പറ്റൂ. കുക്കറല്ല, ഒരു എന്താ പറയുക, നമുക്ക് ഒരു ലെഫ്റ്റ് ബാക്കായിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർഡാണ്.
128 പേസ്, പിന്നെ 125 പാസിങ്, 132 ഡ്രിബിളിങ്, 125 ഡിഫെൻഡിങ്, 115 ഫിസിക്കൽ. ഈ ഒരു കുക്കറെല്ലിൻ്റെ കാർഡിന് 132 ഡ്രിബിളിംഗ് ആണ് കൂടുതൽ. അത് സത്യം തന്നെയാണ്. കുക്കറെല്ലൊക്കെ കുറച്ച് ഡ്രിബിളിങ് കുറച്ച് കൂടുതലാണെന്ന് ഞാൻ പറയാം. രണ്ടാം സ്ഥാനത്ത് തോന്നുന്നു പേസാണ്. അപ്പോൾ പേസ് എനിക്ക് അത്ര ഒന്നും തോന്നിയിട്ടില്ല. എന്നാലും രണ്ടോ പാസിങ്ങും ഡിഫെൻഡിങ്ങൊക്കെ വരുന്നുണ്ട്. എന്നാലും 132 ഡ്രിബിളിംഗ് ആണ് പറയുന്നത്. സ്റ്റാമിനയൊക്കെ കാണിക്കുന്നുണ്ട്, 4.5 കാണിക്കുന്നുണ്ട്. എന്നാലും ഒരു അടിപൊളി കാർഡ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് കാർഡ് ഒരു റാങ്ക് അപ്പ് കൊടുത്തിട്ടുണ്ട്. 112 കാർഡാണ്, 113 ഓക്കെ. നെക്സ്റ്റ് കാർഡ് നമ്മൾ ലെങ്ത്ത് കുറച്ച് കൂടുന്നുണ്ട് വീഡിയോൻ്റെ. ഇത് കഴിഞ്ഞ പാട് ഞാൻ അടുത്ത പാക്ക് ഓപ്പണിങ് വ്യാഴാഴ്ച, അതായത് തേഴ്സ്ഡേ നമ്മളൊരു വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർഡ് നമ്മുടെ 118 വാൻഡവൻ, 118 റാങ്കപ്പ് ചെയ്ത് 118 114 കാർഡ്. 141 പേസും, 98 ഷൂട്ടിങ്ങും, 112 പാസിങ്ങും, 126 ഡ്രിബിളിങ്ങും, 155 ഡിഫെൻഡിങ്ങും, 132 ഫിസിക്കലുമാണ് ഈ കാർഡിന്. നെക്സ്റ്റ് സോപ്പോളി കാർഡ് തന്നെയാണ്. ടൈറ്റ് ജേഴ്സിയൊക്കെ കിട്ടിയിട്ടുള്ള വാൻഡവാൻ്റെ കാർഡ്. റയൽ മാഡ്രിഡ് കേട്ടോ ഇതിൻ്റെ ഇത്. കുഴപ്പമില്ലാതൊരു കാർഡ് എനിക്ക് തോന്നുന്നു. കുഴപ്പമില്ലാത്തൊരു കാർഡ് തന്നെയാണ്. നല്ലൊരു കാർഡാണെന്ന് തോന്നുന്നു. ലെവൽ 2 ഒന്നുമില്ല. ഓക്കെ, ഇതിലേറ്റവും നല്ലത് പറയുന്നത് ഡിഫെൻഡിങ് ആണ്. സെൻട്രൽ ബാക്സിന് ഡിഫെൻഡിങ്ങേ ഉള്ളൂ. നെക്സ്റ്റ് കാർഡ് കോമൻ്റ് ആണ്. ഞാനിത് നെതർലാൻഡ്സിനായിട്ട് അതിന് എടുത്തതാണ്. കോമൻ്റ് ഞാൻ 4 ലെവലാണ് റാങ്കപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 124 പേസ് ഉണ്ട്, 105 ഷൂട്ടിങ്, 128 പാസിങ് ഉണ്ട്, 128 ഡ്രിബിളിങ് ഉണ്ട്, 151 ഡിഫെൻഡിങ്, 123 ഫിസിക്കൽ. ഇതിൽ ഏറ്റവും നല്ല ഡിഫെൻഡിങ് തന്നെയാണ് തോന്നുന്നു. അപ്പോൾ ലെങ്ത്ത് പോകുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ഇപ്പോൾ സ്പീഡ് കൂട്ടിയിരിക്കുന്നത്. ഈ ഒരു ലെഫ്റ്റ് ബാക്കിൻ്റെ കാർഡും ഈ ഒരു ഗോൾ കീപ്പറിൻ്റെ കാർഡുമാണ് എനിക്ക് ചെറുതായിട്ട് മുമ്പ് മാറ്റേണ്ടത്. അത് കുഴപ്പമില്ല. ഈ ലെഫ്റ്റ് ബാക്ക് എന്നാണ് പറയുന്നത്. റൈറ്റ് ബാക്ക് 132 പേസ്, 115 പാസ് ചെയ്ത്, 125 ഡ്രിബിളിങ്, 119 ഡിഫെൻഡിങ്, ഫിസിക്കൽ 106. 32 പേസാണ് ഇങ്ങനെ കൂടുതൽ. ഇതിന് ഒരു ട്രെയിനിങ് ലെവൽ ഞാൻ കൊടുത്തിട്ടില്ല. ആനിവേഴ്സറി കാണുന്ന റാങ്ക് ലെവൽ ഒന്നേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല ഒരു പ്ലെയർ വന്നാൽ മാറ്റാം. ഇതാണ് മൂന്നോസ് എന്ന് പറയുന്നത്. 10ാം നമ്പറാണോ? മാറ്റണമല്ലോ. ഓക്കെ, ഒനാനയാണ് ഗോൾ കീപ്പർ. റാങ്ക് കൊടുത്തില്ല. 132 ഡൈവിങ്, 132 പൊസിഷനിങ്, 126 ഹാൻഡ്ലിങ്, 134 റിഫ്ലക്സസ്, 130 കിക്കിങ്, 138 ഫിസിക്കൽ. ഇവന് ഏറ്റവും നന്നായിട്ടുള്ളത് 138 ഡൈവിങ്ങും 138 ഫിസിക്കലുമാണ്. കുഴപ്പമില്ല. ഡൈവിങ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഈ കാർഡ് അത്ര വലിയ ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. അതിനും കുറച്ച് കൂടുതൽ ഫിസിക്കലാണെന്ന് തോന്നുന്നു. പുഷപ്സ്, ഓപ്പൺ ഫേക്ക് ഷോട്ടൊക്കെ ഉണ്ട്. ഓക്കെ, എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടതില്ല. ഇതിന് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, സ്റ്റാമിനയൊന്നും അധികം ഇല്ല. ഒരു 3 വരെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. 2.5 സ്കിൽ മൂവ്സ് ഒന്നും വേണ്ട, അതൊക്കെ വേറെ കാര്യം. അപ്പോൾ ഇതാണ് എൻ്റെ ടീം. ഇതിൽ ഹാരി കെയ്ൻ ഉണ്ട് സബിലല്ല, ബെഞ്ചിൽ. പിന്നെ ലെവൻഡോസ്കി ഉണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ FC മൊബൈൽ എൻ്റെ പാക്ക് ഓപ്പണിംഗ് എന്നാണ് പറയുന്നത്. എൻ്റെ കറണ്ട് ടീം ഇതാണ്. ഇനി വ്യാഴാഴ്ച എന്നെങ്കിലും പാക്ക് ഓപ്പണിംഗ് ചെയ്യുന്ന വീഡിയോ ഞാനിടാം. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.